അസ്സലാമലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ ആശ്രമോനാണ്. ഞങ്ങൾ ഇന്നുള്ളത് മദ്രാസിനടുത്ത് വെല്ലൂര് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാണുള്ളത്. അതായത് എന്താ പറയുക, വെങ്കായം. അല്ല, ഈ ഹോസ്പിറ്റലിൽ വേറെ ഒരു ഇത് പറയില്ല. അല്ല, ഹോസ്പിറ്റലിന്റെ പേര് പറയാം, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്. അതും ഓക്കെ. അല്ല, എന്താണ് CMC, അങ്ങനെ CMC ഹോസ്പിറ്റലിലാണ് ഉള്ളത് കേട്ടാ. എന്റെ മോനെ ഒരു അപകടം പറ്റി. എന്താന് നിങ്ങളൊക്കെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. ജാതിക്കും മതത്തിനൊക്കെ അപ്പുറത്ത് മനുഷ്യ സ്നേഹമുള്ള കുറേ നല്ല മനുഷ്യര് ആ പ്രാർത്ഥന പടച്ചവൻ കേട്ടു. ഇന്ന് ഓൻ ആരോഗ്യത്തോടെ എല്ലാ ഭക്ഷണവും കഴിക്കണ്, എല്ലാം നടത്തവുമായി, എല്ലാം കൊണ്ടും ഓനിഞ്ഞിപ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് നാട്ടിൽ തിരിച്ചു വരാം. നല്ല 100% ആരോഗ്യവാനായിട്ടുണ്ട്. എല്ലാം കൊണ്ടും അതിന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒക്കെ നന്ദി അറിയിക്കാണ്. ഇവിടെ വെല്ലൂര് CMC ഹോസ്പിറ്റലിലെ ഡോക്ടർമാരോട്, അത് പ്രത്യേകിച്ച് ഇവിടുത്തെ തിരുമേനിക്ക് നന്ദി പറഞ്ഞാൽ തീരൂല. ആ തിരുമേനി വേണ്ടുന്ന സഹായങ്ങളും സപ്പോർട്ടും, പിന്നെ ഇവിടുത്തെ സിസ്റ്റർമാര്, ഡോക്ടർമാര്, അതേമാതിരി നമ്മളെ കോഴിക്കോട് മിംസിലെ ഡോക്ടർമാര്, സിസ്റ്റർമാര്, ഇവരോടൊക്കെ നന്ദി. അതേമാതിരി നമ്മളെ കോട്ടക്കൽ ഹോസ്പിറ്റലിലെ റിയാസും അവിടുത്തെ ആൾക്കാരൊക്കെ നമുക്ക് അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും എന്താന് ഇപ്പോൾ ഒരുവിധം 99% ആശ്വാസമായിട്ടുണ്ട്. ഇനി നാട്ടിൽ തിരിച്ചു വരാനുള്ള സാഹചര്യത്തിലാണ് ഞങ്ങൾ. പെരുന്നാളായിട്ട് നാട്ടിൽ എത്താന്നാണ്. പിന്നെ ഇവിടെ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വിടാൻ കാരണം, ഇവിടെ എൻ്റെ കൂടെ അമീറുണ്ട്. അമീറിന്റെ മോന് നമ്മുടെ കോഴിക്കോടുള്ള, അല്ലെങ്കിൽ കേരളത്തിലെ 2 ഹോസ്പിറ്റലുകാർ നിങ്ങൾക്ക് ഇനി കുട്ടിയെ നാട്ടിൽ കൊണ്ടുപോയാൽ മതി, ഇനി ചികിത്സ ഇല്ല. കാരണം ആ മോന് ക്യാൻസർ ആയിരുന്നു. എത്ര വയസ്സായി അവന്? 24 വയസ്സാണ് അമീറിന്റെ മോനുണ്ടായിരുന്നത്. അപ്പൊ നമ്മളെ നാട്ടിലുള്ള മെയിൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ല, ചികിത്സ ഇല്ല, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളിയാറ്. അങ്ങനെ അമീറിനോട് ആരോ നിങ്ങൾ പിന്നെ വെല്ലൂര് CMCയിലൊന്ന് കൊണ്ടുപോയി നോക്കി എന്നൊരു നിർദ്ദേശം കൊടുത്തപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ആ കുട്ടി എണീറ്റ് നടക്കുന്ന അവസ്ഥ. അദ്ദേഹത്തോട് ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞ വാക്കെടുത്തേ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ബാക്കി ഞങ്ങളെ പ്രവർത്തനം, ഞങ്ങളെ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, ദൈവം കാക്കും. എന്താ ഡോക്ടറെ പേര്? ഡോക്ടർ ഷാറൂൻ എന്ന് പറഞ്ഞ ആ ഡോക്ടറോട് എത്ര നന്ദി പറയാനും. പല നിലക്കും ഹെൽപ്പ് ഇട്ടാ. ഒരു ഡോക്ടർ ഒരു രോഗിയോട്, അല്ലെങ്കിൽ ആ രോഗിന്റെ കുടുംബങ്ങളോട് ആശ്വാസ വാക്ക് കൊടുക്കുമ്പോൾ ഞങ്ങളെ എല്ലാവിധ സപ്പോർട്ടുണ്ട്, നിങ്ങളെ പ്രാർത്ഥനയുണ്ടെങ്കിൽ അവന് ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നുള്ള നല്ലൊരു നിർദ്ദേശമാണ് കൊടുത്തത്. പിന്നെ അത് സ്വന്തമല്ല, ഇവിടെ മജ്ജമാറ്റിയേക്കലിന് ഇതിനൊക്കെ നമുക്കൊക്കെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന നമ്മുടെ ടാറ്റ ഗ്രൂപ്പിന്റെ ആ വലിയ മനുഷ്യസ്നേഹി, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കില്ല, നമ്മുടെ ലോകത്തോട് ഇവിടെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ അധ്വാനത്തിൽ നിന്നുള്ള ഒരു ഫലം, അദ്ദേഹം ഒരു മരം കുഴിച്ചിട്ട് ആ മരത്തുമെന്ന് ഒരുപാട് കായഫലങ്ങൾ എന്ന് പറഞ്ഞ മാതിരി ഇവിടെ വരുന്ന ഇത്തരത്തിലുള്ള ക്യാൻസർ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട മജ്ജമാറ്റിയേക്കലിനൊക്കെ ഉള്ള ചികിത്സയ്ക്ക് നമ്മള് സാമ്പത്തികം ഇല്ലാത്തവർക്ക് 12 ലക്ഷം ഉറുപ്യ ടാറ്റ ഗ്രൂപ്പിന്റെ വക സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിന്റെ ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ ഓരോ രോഗികൾക്കും സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം അറിയണം, നമ്മൾ വരുമ്പോ നമ്മൾക്ക് സാമ്പത്തികം ഇല്ല എന്നുള്ള വിവരം ഇവിടെ അറിയിക്കേണ്ടതുണ്ടല്ലേ, എന്നെങ്കിലേ അവര് ഈ അപേക്ഷ കൊടുക്കലും ഇത് പരിഗണിക്കുള്ളൂ. അപ്പൊ നമ്മള് സാമ്പത്തികം നമ്മൾ അവിടുന്ന് ഇവിടുന്ന് നാട്ടിൽ നിന്നൊക്കെ പിരിച്ചിട്ട് ഇത്ര കാശ് ഉണ്ട് എന്ന് പറയുമ്പോൾ പരിഗണിക്കാൻ കഴിയൂല. കാരണം ആദ്യം നമ്മൾ കാശ് കെട്ടിവെച്ചാൽ പിന്നെ കാര്യമില്ല അല്ലേ. ഇപ്പൊ നമ്മുടെ അമീറിന്റെ കുട്ടിന്റെ കാര്യം പറയണെങ്കിൽ അവിടുത്തെ നാട്ടുകാർക്കാണ് നന്ദി അറിയിക്കേണ്ടത്, ഇല്ല അമീറെ? കാരണം ആ അമീറിന്റെ നാട്ടുകാര് തൂര് കുട്ടിയെടുത്താൽ ആ ഭാഗത്തൊക്കെ ഉള്ള മനുഷ്യസ്നേഹികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി അമീറിന്റെ 24 വയസ്സുകാരന്റെ ജീവൻ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒന്നിച്ച് സഹകരിച്ചു. എല്ലാവിധ സഹകരണവും നാട്ടുകാര് മനസ്സുരുക്കി പ്രാർത്ഥനയും സാമ്പത്തികമായിട്ടും ഒക്കെ അവർ ചെയ്തു കൊടുത്തു. ഇന്ന് അമീറുടെ കുട്ടി ആരോഗ്യവാനാണ്. ഇൻഷാ അല്ലാഹ് അധികം വൈകാതെ നാട്ടിൽ തിരിച്ചു പോരാ. ഇനി നമുക്ക് അമീറോട് ചോദിച്ചറിയാം. എന്തൊക്കെയാണ് നമ്മളിപ്പോ CMCയിൽ നമ്മളിവിടെ 1.5 മാസമായി വന്നിട്ട്, എന്റെ കുട്ടി വന്നിട്ട് 4 മാസം, എത്രയായി? എന്റെ മോനെ വന്നിട്ട് 4 മാസം കഴിഞ്ഞു. 4 മാസം കഴിഞ്ഞു. ഇപ്പത്തെ അവസ്ഥയൊക്കെ എങ്ങനെയാ? ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ നിന്നും പിന്നെ മിംസ് ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞിരുന്നത് അവനിനി നടക്കൂല, അവനിനി ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ
ഡോക്ടർമാർ പറഞ്ഞത് അവനിവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട്, അവനിനി കാലുകൊണ്ട് നടക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇൻഷാല്ലാ അവന് കാലിൽ പിന്നെ വാക്കർ വെച്ചിട്ട് നടക്കാൻ തുടങ്ങി. അതായത് നാട്ടിലത്തെ ഹോസ്പിറ്റലിൽ ഒഴിവാക്കിയത് അഞ്ച് ചികിത്സ ഇല്ല. നാട്ടിലത്തെ ഹോസ്പിറ്റലിൽ പറഞ്ഞത് ഏതെങ്കിലും ക്ലിനിക്ക് മാറിക്കോളും എന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്നപ്പോ അതിനെല്ലാത്തിനും അതായത് ഇനി ചികിത്സ ഇല്ല, സാധാ ക്ലിനിക്കിൽ തൽക്കാലം ചെയ്യാം. അതെ, ഇവിടെ വന്നപ്പോ എല്ലാം കൊണ്ടും നല്ല മാറ്റം. അപ്പൊ ഇവിടെ ഇപ്പൊ അതുമല്ല, നമ്മളിപ്പോ വേറെ 3 വയസ്സായ കുട്ടി ഉണ്ടായ തിരൂരുള്ള ഒരു ദുബായിൽ നിന്ന് നേരിട്ടിട്ട് പിന്നെ അവര് ദുബായിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അതെ, അവർക്കിപ്പോ കീമോ ഇപ്പോ ഇന്നും നാളെയും ഒരു കീമോ ഉണ്ട്. ആ കീമോ കഴിഞ്ഞാല് ഇൻഷാല്ലാ അവർക്ക് ഒരു 15 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ അടുത്ത കീമോ ഉള്ളത്. ആ കീമോമേ ആ മോന്റെ ട്രീറ്റ്മെന്റ് അവസാനം. വളരെ ആശ്വാസമായില്ലേ? അതെ, ആ വാപ്പൊക്കെ വലിയ വിഷമത്തില്. ഇപ്പൊ ഇവിടെ തന്നെ ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് രോഗികളുണ്ട്. ഇവിടുത്തെ സിസ്റ്റർമാരൊക്കെ സ്വഭാവം എന്താ അതേമാതിരി ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ. നമ്മളിപ്പോ മിംസില് എന്റെ മോൻ ആക്സിഡന്റ് ആയിട്ട് ഞങ്ങൾ രാത്രി അപകടം വിവരം അറിഞ്ഞ് കോട്ടയ്ക്ക് മിംസിലുള്ള റിയാസും ടീമും നമുക്ക് വേണ്ട ഹെൽപ്പ് ചെയ്ത് അവിടുന്ന് ഞങ്ങൾ കോഴിക്കോട് മിംസിലേക്ക് എത്തി. കോഴിക്കോട് മിംസിൽ നിന്ന് ഡോക്ടർമാര് എല്ലാവിധ ഡോക്ടർമാരും വന്നു. പക്ഷെ ഒരു ഡോക്ടർ നമ്മളോട് പറഞ്ഞ സങ്കടം നമ്മൾ ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചു. എനിക്ക് ഇത്തരത്തിലുള്ള ഡോക്ടർമാരോട് പറയാനുള്ളത്, ഒരു അപകടപ്പെട്ട് അല്ലെങ്കിൽ ഒരു മാനസികമായിട്ട് പിന്നെ ഒരു രോഗിയെ വളരെ വിഷമത്തിൽ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ രക്ഷിതാക്കളോട് ആ കുടുംബത്തോട് നിങ്ങൾ പറയേണ്ട ഒരു വാക്കുണ്ട്. അതായത് നിങ്ങൾ മനസ്സുരുകി പ്രാർത്ഥിക്കുക, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഓന് ബെറ്ററായിട്ട് വരും അല്ലെങ്കിൽ ഓള് ബെറ്ററായിട്ട് വരും, അതിനൊക്കെ നിങ്ങളെ പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ ഒക്കെ ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഒരു സമാധാന വാക്കെങ്കിലും, എന്ത് സീരിയസ് ആണെങ്കിലും ആ സമാധാന വാക്കെങ്കിലും കൊടുക്കണം. അവിടുത്തെ കോഴിക്കോട് മിംസിലെ ഒരു ഡോക്ടർ പറഞ്ഞ വാക്കുണ്ട്, അവിടുത്തെ ബാക്കിയുള്ള ഡോക്ടർമാരൊക്കെ ഫുള്ള് നമുക്ക് സപ്പോർട്ട് ചെയ്തു. ഈ ഡോക്ടർ അപ്പത്തെ നമ്മളറിയില്ല, ഇനി അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത്തരത്തിലുള്ള രോഗികളോട് അല്ലെങ്കിൽ ആ രോഗിയുടെ കുടുംബങ്ങൾ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അങ്ങനത്തെ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞ് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. കാരണം അപ്പൊ ഞാൻ ചോദിച്ചു ഒരു 5-6 മാസം കൊണ്ടെങ്കിലും ഓർമ്മ വരുമോ? അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം പറയാൻ പറ്റില്ല, ഒന്നുമില്ല, അത്രയും സീരിയസ് കേസാണ്, ഒരു പിന്നെ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള 6 മാസം പോയിട്ട് എന്ന് പിന്നെ അദ്ദേഹത്തിന് ബോധം വരുന്നുള്ള ഒരിക്കലും നമുക്ക് കണ്ടീഷനില്ല, അത്രയും അവസ്ഥയിലാണ് എന്നാ പറഞ്ഞത്. അതേ അവസരത്തിൽ ആ സമയത്ത് പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങൾ വേണ്ടുന്ന ട്രീറ്റ്മെന്റ് ഞങ്ങളെ കൊണ്ട് കഴിവിന്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കുക, അതൊക്കെ ഉണ്ടാവും, നിങ്ങളെ പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ ഒക്കെ ദൈവത്തിന്റെ കാവലുണ്ടാവും എന്നുള്ളൊരു ആശ്വാസ വാക്കെങ്കിലും ഡോക്ടർ കൊടുക്കുകയാണെങ്കിൽ ഒരു സമാധാനകരം. ഞാൻ അന്ന് സത്യത്തിൽ ആത്മഹത്യ ചെയ്യണോ വേറെ എവിടേക്കെങ്കിലും പോവണോ എന്നൊക്കെ എന്റെ വല്ലാത്തൊരു മാനസികമായിട്ടുള്ള അവസ്ഥയിൽ ഞാൻ നിന്നിരുന്നു. കാരണം ഈ ഡോക്ടർ ഈ വാക്കിനെ വല്ലാതെ തളർത്തി. രാത്രി 2 മണിക്കൊക്കെ എനിക്ക് ഉറക്കിട്ടായിട്ട് ഞാൻ ആ കാർ പാർക്കിലിരുന്ന് കരഞ്ഞുകൊണ്ട് പടച്ചമ്പരായിട്ട് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഡോക്ടർമാര്, മനുഷ്യത്വം ഉള്ളിലില്ലാത്ത ഡോക്ടർമാർ ഓരോ ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പോൾ അവരെ മാറ്റി അവർക്ക് വേറെന്തെങ്കിലും പണി കൊടുക്കുകയാണ് നല്ലത് ഒരു കണക്കില്. കാരണം ആ രക്ഷിതാക്കളോ കുടുംബങ്ങളോ വലിയ മാനസികമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു തണൽ വാക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, പക്ഷെ അപ്പത്തെ ഘട്ടത്തിൽ നിങ്ങളെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക, ഞങ്ങളെ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഞങ്ങൾ കൊടുക്കും, എല്ലാം കൊണ്ടും ദൈവത്തിന്റെ കാവലുണ്ടാവട്ടെ എന്നുള്ളൊരു നല്ല വാക്കെങ്കിലും കൊടുക്കുമ്പോൾ മാനസികമായിട്ട് എത്ര സന്തോഷകര കുടുംബത്തിന് ആ തളർച്ചയിൽ നിന്ന് തൽക്കാലം ഒരു ആശ്വാസനം കൊടുത്തുവിടും അല്ലേ? അപ്പൊ നമ്മള് എനിക്ക് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് എന്റെ നാട്ടുകാരോടാണ്. എന്റെ നാട്ടുകാര്, എന്റെ സുഹൃത്തുക്കള്, പ്രത്യേകിച്ച് എന്റെ പള്ളി കമ്മിറ്റി, എന്റെ സെക്രട്ടറി, അതുപോലെ നമ്മുടെ മാഷ് കൃഷ്ണപ്രഭു മാഷ്, കുട്ടി, ഇവരൊക്കെ എല്ലാവരുടെയും നല്ല ഒരു കഴിവാണ് ഇവിടെ എത്തിച്ചത്. ഇന്ന് എന്റെ കുട്ടി ജീവിക്കണത് തന്നെ അവര് ഒരു മുന്നോട്ടില്ല ഇതുകൊണ്ടാണ്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഈ ലൈവ് ഇടുന്നത് അധ്യാപകന്മാര് സ്വന്തം മക്കളെ മാതിരി കണ്ടു, ആ സ്വന്തം മക്കൾക്ക് കൊടുക്കേണ്ട എല്ലാ വഴികളും പോലെ കാണിച്ചു തന്നു അല്ലേ? ഇന്ന് ആ മോന് രക്ഷപ്പെട്ടെങ്കിൽ അതിനൊക്കെ ഓൽക്ക് നല്ല പങ്കുണ്ട് അല്ലേ? ഇതിന്റെയൊക്കെ മുൻപന്തിയിൽ നിന്ന് എന്റെ നാട്ടുകാരാണ്. അതെ. അപ്പൊ അമീറിന്റെ മോന് വേണ്ടിയിട്ട് അവിടുത്തെ അധ്യാപകന്മാര്, ആ അധ്യാപകന്മാർക്ക് ബിഗ് സല്യൂട്ട് അടിക്കാണ്. കാരണം നിങ്ങളാണ് അധ്യാപകന്മാർ. ഒരു കുട്ടി, നമ്മളെ സ്കൂളിലുള്ള കുട്ടിക്ക് ഇത്തരം വിഷമം വരുമ്പോ ചേർത്ത് പിടിച്ചാൽ നിങ്ങൾ ഒപ്പം നിന്നു. അതന്നെയാണ് ആ വാപ്പാന്റെ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അല്ലേ? ഇപ്പൊ അംദാന്റെ കാര്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ അംദാന് ആരൊക്കെയാണ് സഹായിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത്. ഒരമ്മ, ഞാനൊരു സഹായം ചെയ്ത കൊടുത്തല്ല, പക്ഷെ ആ അമ്മ എന്റെ ഭർത്താവിനോട് പറയാ, എന്റെ ഭാര്യ മോഹൻ സാഹിബെ പിന്നെ പഴനിക്ക് നടന്നു പോവട്ടെ, അവിടുന്ന് തിരിച്ചു വരുമ്പോഴാണ് നിങ്ങളെ മോൻ ആശ്വാസമാവും. ആ ഒരു സംശയം വേണ്ട നിങ്ങൾ നോക്കോണ്ട്. ഇപ്പൊ
2-3 ദിവസം പാടെ കഴിഞ്ഞാൽ നാട്ടിൽ തിരിച്ചെത്തും. എന്നോട് ഒരു 4 ദിവസം മുന്നേ 5-6 ദിവസം മുന്നേ വിളിച്ചിന്ന് ഞങ്ങൾ തിരിച്ച് നാട്ടിൽ പോകണം, മോനെന്താ വിശേഷങ്ങളെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പൊന്നരമ്മച്ചിയെ വളരെ ആശ്വാസമുണ്ട്, ഒരു പ്രശ്നമില്ല, ഇപ്പോൾ ആരോഗ്യവാനാണ്, മോനക്കൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ മർക്കസ്, പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ സ്ഥാപനം, നമ്മളെ മുനവർ തങ്ങള്, പിന്നെ പാണക്കാട് തങ്ങന്മാര്, നമ്മുടെ മൊയ്നലി ഷിഹാബ് തങ്ങള്, അങ്ങനെ ഓരൊക്കെ നമ്മൾ എടുത്തു പറയില്ല. പിന്നെ ഞങ്ങളെ ദാസേട്ടൻ വണ്ടൂരുള്ള ക്ഷേത്രത്തിൽ പോയി എന്തൊക്കെ അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളെ അഡ്വക്കേറ്റ് ശ്രീപ്രകാശേട്ടന് മറക്കൂല, അഡ്വക്കേറ്റ് ശ്രീപ്രകാശേട്ടന്റെ നന്മകൾ. ഞാൻ അത്രക്കും എന്നോട് സാമ്പത്തികമായിട്ട് എന്താ എന്റെ കുട്ടിക്ക് വേണ്ടത്, മറ്റുള്ള ഡോക്ടർമാരായിട്ട് ഞാൻ വെല്ലൂർക്ക് വരാം, അവിടെ എന്താ ഞാൻ ചെയ്തിരേണ്ടത്, അദ്ദേഹത്തിന്റെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. പിന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ണിയാട്ടം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പെരിന്തൽമണ്ണുള്ള ട്രാവൽസിന് ഉണ്ണിയാട്ടനാവട്ടെ, പിന്നെ നമ്മുടെ പുതിയ മഠത്തിൽ ഞങ്ങൾക്കൊക്കെ പഴയ കാലത്ത് അന്നം തന്നീന്ന്, പട്ടിണിക്കാലത്ത് വിശപ്പ് മാറ്റി തന്നീന്ന് ജാനകമ്മന്റെയും മേനമ്പാപ്പാന്റെയും പേരക്കുട്ടി രാജേഷ് മാഷ് ഒപ്പം നിന്ന് വെല്ലൂർക്ക് 3 വട്ടം പോകുന്നു, എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നു. അദ്ദേഹം ഒരു മേജറാണ്, മിലിറ്ററിയിൽ മേജറാ. പക്ഷെ അതൊക്കെ മറന്നു ആ രാത്രി ട്രെയിനിൽ വരവും ഇവിടുത്തെ സൗകര്യങ്ങളും ഇവിടുത്തെ ഡോക്ടർമാര് സംസാരിക്കാനും എല്ലാം. പിന്നെ ഞങ്ങളെ ഷാജഹാനൊക്കെ കൊല്ലം രാജധാനി ജ്വല്ലറിന്റെ അവിടെ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും, പിന്നെ എറണാകുളം ജില്ലാ മഹല് കൂട്ടായ്മ ഫുള്ള് ആ മഹലിൽ വെച്ചിട്ട് എല്ലായിടത്തും പ്രാർത്ഥന. കൊല്ലത്ത് ഷാജഹാനൊക്കെ കുറെ പ്രാർത്ഥിക്കുക. ഞങ്ങളെ വയനാട്ടിലുള്ള അച്ഛന്മാരും അവിടുത്തെ നമ്മളെ പിന്നെ അച്ചായന്മാരൊക്കെ എന്തൊക്കെ നന്മകളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് കണക്കില്ല. അതേമാതിരി ഞങ്ങളെ പിന്നെ പത്തനാപുരത്തുള്ള ഗാന്ധിഭവനിലെ സോമരാജ സാറേട്ടന് എന്തൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ പിന്നെ തിരുമേനിയാണ്, കോട്ടയത്തുള്ള തിരുമേനി. ഇവിടെ വലിയ അനാഥർക്കൊക്കെ ഫുഡ് കൊടുക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ എല്ലാം ആയ തിരുമേനി ഞങ്ങൾക്ക് ചെയ്തെന്ന് കൊണ്ട് ഉപകാരം മറക്കാമില്ല. ഇന്നുവരെ ഞാനും ആ നല്ല മനുഷ്യനും ഇവിടെ കണ്ടിട്ട് പോലില്ല. പക്ഷെ എവിടെയൊക്കെ എടുക്കുന്ന തിരുമേനി എനിക്കും വേണ്ടിന്റെ മോന് വേണ്ടിയിട്ട് എന്തൊക്കെ സഹായം സപ്പോർട്ട് ഇവിടെ ചെയ്തതെന്ന് കണക്കില്ല. പിന്നെ അങ്ങനെ കുറെ പറഞ്ഞു തരുന്നത് ഞങ്ങളെ അൻസാർക്ക് ആനപ്പാറ, ഞങ്ങളെ കുണ്ടോട്ടിയുള്ള അദ്ദേഹം ഭാര്യ കുട്ടികളും പാടെ മക്കത്ത് പോയി ഉംറക്ക് ചെയ്തുകൊണ്ട് അന്താന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയി. അങ്ങനെ നിരവധി ആളുകൾ ഉംറ സ്ഥലത്തുനിന്നും മദീനത്തുനിന്നും പ്രാർത്ഥിച്ചു കണ്ടുള്ള ഒരുപാട് ആളുകൾ, കുറച്ചൊന്നല്ല കേട്ടോ, പല പല പേരും ഞാൻ ഓർക്കുകയില്ല. ഞങ്ങൾ ഹമീദ് പറമ്പല് ഒപ്പം അന്ന് മുതൽ പിന്നെ എന്റെ ഏട്ടന്മാരും എന്റെ അനിയന്മാരും എന്റെ പെങ്ങന്മാരും മക്കളും ഏട്ടന്മാരും അനിയന്മാരും കുടുംബവും ഫുള്ള് അംദാന് വേണ്ടിയിട്ട് അംദാന്റെ കൂടെ ഇന്നും അനിയന്റെ ഒക്കെ മോനിന്റെ കൂടെ ഇവിടെ വെല്ലൂരിരിക്കുക. ഓരോ ദുബായിൽ നിന്ന് അവിടെ പഠിച്ചിരുന്ന കുട്ടികളാ. ആ പഠിപ്പൊക്കെ അംദാന് ഓക്കെ ആയിട്ട് ഞങ്ങൾ പഠിച്ചാൻ പോകണുള്ളൂ കണ്ട് വരെ അത്രയും സ്നേഹം ഉലമ്പിലൊക്കെ. അതാണ് നമ്മൾ കുടുംബത്തിന്റെ എന്തുണ്ടെങ്കിലും ഒരുമുണ്ടെങ്കിൽ അത് വലിയൊരു കാവലേക്കാണ്. പിന്നെ ഇവിടെ ഞങ്ങളെ വരുത്താന് പടച്ചമ്പുരാന്റെ പണിയാ. കാരണം വെല്ലൂര് വന്ന് ഇവിടുത്തെ അവസ്ഥ കണ്ടു നോക്കുമ്പോ മൂക്കില് പൈപ്പും മൂത്രസഞ്ചിയും കൈക്ക പിടിച്ചുകൊണ്ട് മഹാപാവപ്പെട്ട രോഗികൾ ഒരു 100 റുപ്യ കൊടുത്താല് എന്തോ ഒരു സന്തോഷത്തോടെ സ്വീകരിക്കണത്. നമ്മൾ ആണ്ട് കൊടുക്കുന്നല്ലാതെ കയ്യിൽ നിന്ന് കിട്ടുന്ന പരിപാടിയില്ല. നമ്മൾ കണ്ടറിഞ്ഞ് അത്തരത്തിലുള്ള രോഗികൾക്ക് അതേപോലെ അന്താനം കൊണ്ട് തന്നെ ഞങ്ങൾ പല റൂമിലും പാവപ്പെട്ട രോഗികളുണ്ട് ഇവിടെ. അപ്പൊ അന്താനം കൊണ്ട് തന്നെ നേരിട്ട് കൊണ്ടുപോയി കൊടുപ്പിക്കുമ്പോൾ കരച്ചിലും ആണ്ടും കൊണ്ടും ഭയങ്കര അത്ഭുതങ്ങൾ. അപ്പൊ നമുക്ക് ഇവിടെ ദൈവത്തിന്റെ ഈ പുണ്യസ്ഥലത്ത് എത്താന് നമ്മളിവിടെ എത്തിച്ചതിനെ ദൈവത്തോട് നന്ദി പറയണം. വടച്ചമ്പുരം ഇവിടെ എത്തിച്ചുകൊണ്ടാണ് നമുക്ക് ഇവിടുത്തെ അവസ്ഥയും ഇവിടുത്തെ സാഹചര്യങ്ങളും ഇവിടുത്തെ പാവപ്പെട്ട രോഗികളുടെ കാര്യങ്ങളും അതേമാതിരി നമ്മുടെ നാട്ടിൽ എത്രയോ ക്യാൻസർ രോഗികളും മറ്റുള്ള രോഗങ്ങളുണ്ട്. എല്ലാവിധ രോഗങ്ങളുടെ ചികിത്സ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഉണ്ടെന്നും ഇവിടുത്തെ സാഹചര്യം എന്താണെന്നും ഇവിടെ കൊണ്ടുവന്ന എന്താ അവസ്ഥ എന്നും നിരവധി രോഗികളുടെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. കാരണം ആശ്വാസമായത് നമ്മള് കണ്ട കാഴ്ചയാണ് നമ്മൾ പറഞ്ഞിട്ട് കേട്ടോ. വേറെ ഉള്ളവർക്ക് നമുക്കറിയില്ല. നമ്മൾ പല ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ എയിംസ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന യദു പറഞ്ഞ കുട്ടി, അദ്ദേഹത്തിന് അവിടുന്ന് ഡൽഹിയിൽ നിന്ന് കൊതുക് അടിച്ചാത്രേ. അപ്പൊ 4 മാസമായി ബോധം പോയിട്ട് ഇപ്പൊ ഇവിടെ നമ്മൾ അന്താന്റെ കൂടെ അന്ന് മുതൽ നമ്മൾ കാണു തുടങ്ങിയാണ്. ആ അച്ഛനും അമ്മയും പാവമാണ്, ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ നോക്കുന്നത്. ഡോക്ടറും അല്ലേ ഈ കുട്ടി. എപ്പോൾ ആ കുട്ടിക്ക് വളരെ ആശ്വാസമായി, ഭയങ്കര ചെറിയും കളിവയ്പായി. അത്ഭുതങ്ങളാണ് പറയുമ്പോൾ. എയിംസ് ഹോസ്പിറ്റലിൽ 4 മാസം കിടന്നിട്ട് എന്നിട്ട് ആശ്വാസമാവാത്ത കുട്ടിനെ വെല്ലൂരുള്ള CMC കൊടുത്തിട്ടാണ് ആ കുട്ടി ഇപ്പൊ പിന്നെ ഭക്ഷണം കഴിക്കലും ചിരിക്കലും വർത്തമാനം പറച്ചിലും ഒക്കെ ആയത്. ഞങ്ങൾ വന്ന് കാണുന്ന ആ കുട്ടിനെ അടുത്തെത്തിയെന്നുള്ളൂ. കണ്ണി ചീന്നില്ല, മുണ്ടിന്നില്ല, ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ ആയി. ആ മോനെ മോനെ എന്ത് ഹാപ്പിയിലാണ് ഇപ്പൊ കാണുന്നത്.
അങ്ങനെ കുറെ കേസ് ഇട്ട്. അതേമാതിരി നമ്മളെ മദീന സൂപ്പർ മാർക്കറ്റിലെ ദുബായിലുള്ള അത് അവരെ ഉമ്മ ഉണ്ട്. അവരൊക്കെ സഹായികളാണ്. അവരൊക്കെ ഇവിടെ പടച്ചമ്പുരാൻ ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് സഹായിക്കാൻ. അപ്പൊ നമ്മള് ഇവിടുത്തെ സിസ്റ്റർ പറഞ്ഞു കുറച്ച് വീൽ ചെയർ കിട്ടുമോ, പിന്നെ പാവപ്പെട്ട രോഗികൾ അവിടെ 100 രൂപേന്റെ റൂമിൽ പോയി താമസിക്കലുണ്ട്, അവർക്ക് വണ്ടി കിട്ടിയാലും അവരതിൽ ഇരുന്നുകൊണ്ട് പോവാൻ പറ്റും, വെല്ല നടന്നു പോയിട്ട് ഈ വെയിലും കൊണ്ട് വരണം. സിസ്റ്ററെ എന്ത് വർത്താനം, അത് വീൽ ചെയർ ഞങ്ങൾ തരാമല്ലോ, അതൊരു ടെൻഷനും വേണ്ട. അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടെ എത്തിയതുകൊണ്ടാണ് ആ സിസ്റ്റർ അപ്പൊ തന്നെ അതിന്റെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥന മോൾക്ക് കുടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ എത്തിച്ചാന് പടച്ചമ്പുരാന്റെ പണി. അങ്ങനെയുള്ള പാവപ്പെട്ട മനുഷ്യരുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യർ നിങ്ങൾ എത്തണം. എന്റെ മോന് അസുഖം ഉണ്ടെങ്കിൽ അതൊക്കെ അവിടുന്ന് ഷിഫാവും. അപ്പൊ കുറെ ഉമ്മമാരും കുറെ അമ്മമാരും കുറെ എല്ലാ വിഭാഗം ആൾക്കാരും മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. ഞങ്ങളെ രാജേന്ദ്രേട്ടൻ ഗുരുവായൂർ പോയിട്ട് പ്രദർശനം ചെയ്തു പറഞ്ഞു. എന്നോട് വിളിച്ചു അതിന്റെ ലിസ്റ്റ് അയച്ചിരുന്നു. മനോ ഒരു കുഴപ്പം അന്തുട്ടിക്ക് വരുവില്ലട്ടാ. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളെ ജീവിതത്തില് നമ്മൾ ആർക്കെങ്കിലും സഹായിക്കുമ്പോ, മനുഷ്യനെ സഹായിക്കുമ്പോ നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്കൊരു സങ്കടം വരുമ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് ഓരോ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥന നടത്താനും എല്ലാ വിഭാഗം ജനങ്ങളുണ്ട്. അല്ലാതെ ഹൃദയം നന്നാവാതെ ഞാൻ ഏത് മതക്കാരനായിട്ടും കാര്യമില്ല. ഇതിന്റെ ഉള്ളിൽ നന്നാവണം. ഇന്ന് നമുക്ക് ഭാഗ്യമുണ്ട്. എവിടെ ചെന്നാലും നമ്മൾ പോയതൂല. അപ്പൊ ഒരു പരീക്ഷണം, ഒരു ചെറിയ സങ്കടമല്ല, വലിയ സങ്കടമാണ് പടച്ചവൻ കാണിച്ചത്. പക്ഷേ 100 സന്തോഷം അതിലപ്പുറത്തും പടച്ചവനെ നമുക്ക് ഈ ഒരു അപകടത്തിനാല് സാഹചര്യം ഒരുക്കി തന്നു. കാരണം അത് അത്രക്കും നമ്മളെ ജീവിതത്തിൽ സങ്കടം ചെയ്യുന്ന അപകടം സംഭവിച്ച ദിവസം. പക്ഷേ പിന്നീട് നമ്മൾ ആ ഒരു 3-4 ദിവസം കഴിഞ്ഞ് നമ്മളിങ്ങനെ റിക്കവറി ഡോക്ടർമാർ, ഇവിടുത്തെ ഡോക്ടർമാർ, കോഴിക്കോട് നിന്ന് പിന്നെ ഡോക്ടർമാർ പിന്നെ നമ്മളോട് നല്ല നല്ല ഡോക്ടർമാരുണ്ട്. അവർ നമ്മളോട് പറയുന്നു മോനക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ CMCക്ക് കൊണ്ടുപോയിക്കോളൂ, ഒരു കുഴപ്പമില്ല, അവൻ ഹാപ്പി ആയിട്ട് വരട്ടെ. പക്ഷെ ഇവിടുത്തെ പിന്നെ ഡോക്ടർമാർ ഇവിടെ വന്നപ്പോ അവര് റിസൾട്ട് പ്രകാരം നിങ്ങൾ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക, ഞങ്ങളെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഒരു 5-6 മാസം കഴിയാതെ നമുക്ക് ഇപ്പോഴത്തെ റിസൾട്ട് പ്രകാരം ഇങ്ങനെ അവസ്ഥ. പക്ഷെ എങ്കിലും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കഴിവ് ഞങ്ങൾക്കാർക്കും ഇല്ലല്ലോ. ഞങ്ങൾ ഈ റിസൾട്ടിലുള്ളതാണ് പറയേണ്ടത്. അപ്പൊ നിങ്ങളെ പ്രാർത്ഥനയ്ക്കാർ ഏറ്റവും വലുത്. അപ്പോൾ ഇവിടുത്തെ തിരുമേനി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഡോക്ടർമാർക്കൊക്കെ, അയാളും കുട്ടികളൊക്കെ ഇങ്ങനെ അയാളുടെ കുടുംബമൊക്കെ എല്ലാവരും സഹായിക്കുന്ന ഒരു മനുഷ്യനാട്ടാ. അപ്പൊ ആ വാക്കുമ്പാടെ ഡോക്ടർ ജെനി നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞു, നിങ്ങളെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് ദൈവം ഉണ്ടാവും. അത് സത്യം. കാരണം ഒരാഴ്ചയിലൊക്കെയാണ് സത്യത്തിൽ ഒരു രോഗിന്റെ പിന്നെ റിസൾട്ട് പറയാൻ കഴിയുക. പക്ഷെ ഇവിടെ അംദാന്റെ ദിവസം ഓരോ ദിവസവും മാറ്റങ്ങൾ പടച്ചമ്പരം അങ്ങനെ കാണിച്ചു തരും. മോന് ഓരോ വിഷയങ്ങളിലും നമ്മൾ ഡോക്ടർ പറയും, നമുക്ക് എല്ലാ രോഗികൾക്കും ഒരാഴ്ച 15 ദിവസം കൂടുമ്പോഴൊക്കെയാണ് നമുക്ക് റിക്കവറിനെ പറ്റി ഇങ്ങനെ ഓരോരോ റിസൾട്ടിനെ പറ്റി പറയാൻ കഴിയില്ല. പക്ഷെ ഈ കുട്ടീന്റെ കാര്യത്തിൽ ദിവസം മാറ്റാണ്. ഇപ്പൊ ഇത്രയും ദിവസമായപ്പോൾ തന്നെ ഇവിടെ 4 മാസവും 6 മാസവും 1.5 കൊല്ലൊക്കെ ആയിട്ടുള്ള രോഗികളുണ്ട്. ഇവരൊക്കെ സംബന്ധിച്ച് പിന്നെ ഇത്രയും അംദാന്റെ അത്രയും അപകടം ഉണ്ടായിട്ടില്ല. പക്ഷെ അവരൊക്കെ ഇപ്പോഴും ശരിക്കും കൈ നിർന്നില്ല, കാല് നിർന്നില്ല, പല തരത്തിലുള്ള. പക്ഷെ നമ്മളൊക്കെ ആ കുട്ടികളൊക്കെ എന്റെ മോൻ പോയി കാണും, മോൻ പോയി കണ്ട് നമ്മൾ ആശ്വാസം വാക്ക് കൊടുക്കും. ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ. പൈസക്കാരായ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്, രോഗികളെ നമ്മളവിടുത്തെ അപകടത്തിലൊക്കെ പെട്ടിട്ട് ഇവിടെ കൊടുന്നാക്കിയാല് ഓരൊക്കെ ഈ കാരുണ്യ പ്രവർത്തനത്തിലേക്ക് ഇറക്കാൻ നമുക്ക് സാധിച്ചു. എല്ലാരോടും ഞാൻ പറഞ്ഞു, നിങ്ങളെ മക്കളില് നന്മ വരാന്, നിങ്ങളെ മക്കൾക്ക് കാവലുണ്ടാകാന്, പടച്ചമ്പുരാന്റെ കാവലുണ്ടാകാന്, നിങ്ങള് കയ്യിൽ മുതലുണ്ട്, സമ്പത്തുണ്ട്, നമ്മളെ സുഖമാണ്, നമ്മളെ സന്തോഷമാണ് വലുതെന്ന് ചിന്തിക്കുമ്പോ ഇങ്ങനെയുള്ള തിരിച്ചടി നമുക്കൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോ ആ നമ്മളെ സമ്പാദിക്കുന്ന ഒരു ഓഹരി നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുമ്പോ അതില് മനുഷ്യനായിട്ട് സഹായിക്കുക, മനുഷ്യന്മാരായിട്ട് കാണുക, അവരെ നമ്മൾ സഹായിക്കുമ്പോൾ നമുക്ക് കാവല് പടച്ചമുണ്ടാവുന്നുണ്ട്. ഇപ്പൊ അവരൊക്കെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഭയങ്കര താല്പര്യ. തന്നെ അതിലൊരു തലശ്ശേരിയുള്ള ഒരു കാക്ക എന്നോട് പറഞ്ഞ്, മാനുക്ക നിങ്ങൾ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് കിണർ കളച്ചു കൊടുക്കണം, മോന് ആരോഗ്യത്തോടെ നടന്നു വന്നാൽ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മോന് കണ്ണീച്ച് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കിണർ കളച്ചു കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞത്. ഒരു കിണറല്ല മാനുക്ക, നമുക്ക് കളച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരും, എവിടെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളിയാ. ഇന്നലെ വൈകുന്നേരം ഞാൻ ആ കുട്ടിനെയും പാപ്പാനെയൊക്കെ അവിടെ കണ്ട്. മാനുക്ക അത്ഭുതങ്ങൾ എന്റെ മോനിൽ കാണുന്നുണ്ട് കേട്ടാ. മോപ്പ കാലൊക്കെ നിർത്തി വെച്ചു, 2 കാല് നിർത്തി വെച്ചു, മറ്റേ ചുറ്റി വെക്കലല്ലേ. അപ്പൊ ഇപ്പൊ സത്യം പറയാൻ മാനുക്ക അത്ഭുതമാണ് മോനിൽ കാണുന്നത്. ഞാൻ പറഞ്ഞു അതാണ്, നിങ്ങൾ ആ കയ്യിൽ ഉറപ്പിച്ചോളി. സമ്പാദിച്ചു കൂട്ടിച്ചിട്ട് അതൊന്നും നമ്മളതല്ല, നമ്മളൊക്കെ ഇവിടുന്ന് തിരിച്ചു പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ കൊടുക്കുന്നത് നമ്മളതാ. അതിങ്ങനെയുള്ള സങ്കടങ്ങൾ വരുമ്പോ നമുക്ക് കാവല് പടച്ചവനുണ്ടാവുന്നു. അപ്പൊ ആ വാപ്പ നല്ല ഹാപ്പിയിലാണ്. അപ്പൊ ഞങ്ങളിവിടെ എല്ലാവർക്കും ഇറച്ചി കൊണ്ടു കൊടുക്കും. ഞാൻ അവിടെ പോയ ഒരു അമ്മ ഉണ്ട്, കുറെ അപ്പുറത്തൊരു അമ്മ ഉണ്ട്.
നാടൻമുട്ട വിൽക്കണേ. കുറെ ഇവിടുന്ന് 2-2.5 കിലോമീറ്റർ നടന്നു പോകണം. അപ്പോൾ ആ അമ്മേൻ്റെ ഇതൊക്കെ നടന്നു പോയിട്ട് അതിൻ്റെ ദിവസം നാടൻമുട്ട മേടിച്ചു ഞാൻ. അപ്പോൾ അതിനും അമ്മക്ക് സന്തോഷമാണ്. അങ്ങനെ ഇവിടെ എല്ലാവരും കൊണ്ടു കൊടുക്കും. അപ്പൊ ഒക്കെ ഞങ്ങളൊക്കെ ഇപ്പോൾ ഒരു ടീമാണ് ഇവിടെ. സത്യം പറഞ്ഞാൽ ഈ 1.5 മാസം കൊണ്ട് ഈ ഹോസ്പിറ്റലിലുള്ള സിസ്റ്റർമാരും നമ്മളിവിടുത്തെ ചികിത്സക്ക് വന്ന ആൾക്കാരും ഞങ്ങളൊക്കെ പാടെ വൈകുന്നേരമായ കൂടി എല്ലാ തമാശയും ഇപ്പൊ രാവിലെ പിന്നെ എല്ലാവരും പാടെ കൂടിയ തമാശർച്ചിൽ ഇരിക്കലായിരുന്നു. അപ്പോൾ രോഗികൾക്കും ആശ്വാസം, നമുക്ക് നമ്മളെ മക്കളെ പിന്നെ സ്വന്തമായിട്ട് ഒപ്പം നിന്ന് നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊന്നും ഇവിടെ എതിർപ്പില്ല. മറ്റേ നമ്മളവിടെ ഒന്ന് കാണാനയക്കൂല, പിടിച്ചാനയക്കൂല, അത് തിന്നാൻ കൊടുക്കരുത്, തിന്നാൻ സർവ്വ സാധനം തിന്നാൻ കൊടുക്കട്ടെ. എന്തെല്ലാം ഭക്ഷണം ഉണ്ടോ. അപ്പൊ എന്റെ മോനൊക്കെ ആടും കോഴിയും താടയും പിന്നെ എല്ലാവർക്കും ഇട്ട ഞങ്ങളെല്ലാവർക്കും പഠിച്ചു ചെയ്യും. എല്ലാ സാധനം തിന്നാം. നിങ്ങൾക്ക് ഓൻ എന്തൊക്കെ ഇഷ്ടമുള്ളത് കൊടുത്തോളിയാറ്. നമ്മൾ ഓനോട് ചോദിക്കും ഓൻ എന്നത് എന്നറിയും ഒക്കെ. അപ്പൊ എല്ലാ ആൾക്കാരോടും നമ്മൾ ചോദിക്കും ഇന്നെന്താ നമ്മളിത് ആക്കണ. എല്ലാവരും ആണ്ടും കൊണ്ട് കൊണ്ടുവരും. ഭയങ്കര സ്നേഹത്തോടെ നല്ല മനുഷ്യ സ്നേഹമുള്ള കുറെ മനുഷ്യരും ഇവിടെ കാണാൻ കഴിഞ്ഞു. ഒക്കെ സന്തോഷമാണ്. എന്റെ മോന് വേണ്ടിയിട്ട് ഞങ്ങൾ അമീറിന്റെ കുട്ടിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചോലെയും സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഞങ്ങളെയും പ്രാർത്ഥനയിലുണ്ടാവും. അല്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് അംദാനും എന്റെ മോനക്കും ഇപ്പൊ ഇവിടെ വന്നിട്ട് നല്ല മാറ്റങ്ങളാണ്. നല്ല മാറ്റം എന്ന് പറഞ്ഞാല് തലശ്ശേരി ഹോസ്പിറ്റലിനും അതേപോലെ മിംസിൽ നിന്നും ഒഴിവാക്കിയിട്ട കേസാണ്. എന്റെ നാട്ടുകാര്, എന്റെ കൂട്ടുകാര്, പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് 4 പേരാണ്. ഒന്ന് കുട്ടി, പിന്നെ കൃഷ്ണപ്രഭ മാഷ്, അതേപോലെ സുലൈമാൻ മുസ്ലിയാർ, ജുനൈദ് നസീർ, ഇങ്ങനെ 4-5 പേര് മുന്നിട്ടിറങ്ങി. ഏതായാലും ഇൻഷാല്ലാ എന്റെ നാട്ടുകാരൊരു ടീമായിട്ട് ഇവിടെ വന്ന് അന്വേഷിച്ചു കൊടുത്ത ഡോക്ടർമാർ പറഞ്ഞത് ഇവിടെ കൊണ്ടുവരും, ഞമ്മക്ക് അവനെ ഇവിടുന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് സുഖപ്പെടുത്താന്ന് പറഞ്ഞത്. അതിലിപ്പോ ഒരു 70%, 80% എന്ന് പറയുമ്പോൾ അവനിപ്പോ നീച്ച് നടക്കാൻ തുടങ്ങി. ഇന്നലെ ഇന്നുമായിട്ട് വാക്കറിൽ നടക്കാൻ തുടങ്ങി. ഇൻഷാല്ലാ അവനൊരു 2-3 മാസം കൊണ്ട് നടക്കുന്ന ഡോക്ടർമാർ ഇന്നലെ പറഞ്ഞത്. ഒഴിവാക്കിയ കേസാണ്. അപ്പൊ ധൈര്യം. അപ്പൊ അമീറിന്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിച്ച അമീർ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. ഇൻഷാല്ലാ നിങ്ങൾക്ക് നേരിട്ട് വരാം. അല്ലെ? 2-3 ഒരുപാട് ഇതിന്റെ ഹോസ്പിറ്റലിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അല്ലേ? ഒരുപാട് രോഗികള് പിന്നെ ഈ ഹോസ്പിറ്റലിനെ പറ്റി അറിയാതൊന്നും നമ്മളെ നാട്ടില് കഴിഞ്ഞു കൂടുന്നുണ്ട്. അപ്പൊ ഇൻഷാല്ലാ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞുതരാം. പിന്നെ ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ നല്ല സൂപ്പറാണ്, നല്ല സ്വഭാവം. അല്ലേ? ഞങ്ങളുടെ ഡോക്ടറൊക്കെ ഇപ്പൊ നല്ല സൂപ്പർ ഡോക്ടറാണ്. ഒരു ലേഡിയാണ് ഷാറൂൺ മേഡം, സൂപ്പർ ഡോക്ടറാണ്. ഇതിനൊക്കെ കാരുണ്യ പ്രവർത്തകരാണ് ഇവിടുത്തെ സിസ്റ്റർമാരൊക്കെ. ആ നന്മയുള്ള പ്രത്യേകിച്ച് ഇവിടുത്തെ പിന്നെ അതായത് പേഷ്യന്റിനായിട്ട് ഇടപഴകുന്നത് അത്രത്തോളം. നമ്മളവിടെ അത് കണ്ട സംഗതിയില് സീരിയസ് ഉള്ള സമയത്ത് ചിലപ്പോ ഈ പിന്നെ എന്തായാലും പറയും പിന്നെ ഇത് അസുഖം വരാതിരിക്കാനുള്ള ഇതുണ്ടാവും. ഉണ്ടാവും. എന്തായാലും ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ഇപ്പോ 1-2 കയറ്റി വിടും. അല്ലാതെ നമ്മളൊരു ഫാമിലി മൊത്തം അതിന്റെ ഉള്ളിൽ കയറ്റി വിടൂല. നിയമങ്ങളാണ്. ഇതിന് രോഗികൾക്ക് ഇൻഫെക്ഷൻ വരും, കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മള് ഒരാളെ അല്ലെങ്കിൽ രണ്ടാളെ ഇവിടെ ഇപ്പൊ നമ്മള് ഇവിടെയൊക്കെ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇവിടെ പിന്നെ നമുക്ക് എത്ര ആൾ വേണമെങ്കിൽ നിൽക്കാം. ഇവിടെ പിന്നെ ഫിസിയോതെറാപ്പി അപ്പൊ ഇവിടെ വേണമെങ്കിൽ എത്ര ആൾക്ക് വേണമെങ്കിൽ നിൽക്കാം. അപ്പൊ ഫിസിയോതെറാപ്പിന്റെ മെയിൻ അവിടെ ഇട്ടാ ഇപ്പൊ ഞാൻ ഇരിക്കുന്ന സ്ഥലത്താണ് നമ്മളെ ജഗതി ശ്രീകുമാർ പറഞ്ഞ സിനിമാ നടനല്ലേ, അദ്ദേഹത്തിനെ ചികിത്സിച്ചിരുന്ന ഹോസ്പിറ്റൽ അത്. അങ്ങനെ പിന്നെ കുറെ പ്രഗത്ഭരെ പേര് പറഞ്ഞു. അവരൊക്കെ ഇന്ദിരാഗാന്ധിയാണ് ഇതിന്റെ ഉദ്ഘാടനം, ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്ദിരാഗാന്ധിജിയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുള്ളത്. പിന്നെ വലിയ വലിയ പ്രഗത്ഭര് നമ്മളെ ബഹുമാനപ്പെട്ട കെ കരുണാകരൻ സാറ് ഒക്കെ ഇതിൽ നിന്ന് ചികിത്സിച്ചെന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടോ. ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര. പിന്നെ ഇവിടുത്തെ മനുഷ്യര്, ഇവിടുത്തെ നാട്ടുകാര് എന്തോരം സ്നേഹം. നമ്മളൊരു ചായ മേടിച്ചു കൊടുക്കുമ്പോഴുള്ള നന്ദി. കുടിച്ചിക്കണ അറിയും വേണ്ട എന്ന് പറഞ്ഞിട്ട് കൈ കുപ്പുക. അവർ 50 റുപ്യ 100 റുപ്യ നമ്മൾ ഓരോരുത്തർക്ക് കൈ പോയതും പല തലത്തിലുണ്ട്. നമ്മളാട് കൊടുത്താൽ പേടിച്ചുള്ളൂ, അല്ലാതെ ഒരു കാര്യം നമ്മളോട് ചോദിക്കൂല. നമ്മളവിടെ 10 വട്ടം കൊടുത്തിട്ട് 11ാമത്തെ വട്ടം കൊടുത്തില്ലെങ്കിൽ അതിപ്പോ ഒന്നും തരൂല. അതൊക്കെ ഇപ്പൊ വേറെ വയ്ക്കാണ്. ഇപ്പൊ 1 റുപ്യ തരൂല. ഇതിന്റെ ഇഷ്ടം പോലെ അനുഭവം. പക്ഷെ എല്ലാവർക്കും നല്ല മനസ്സ് കൊടുക്കട്ടെ ഇൻഷാ അല്ലാ. ഇനിയിപ്പോ ഇങ്ങനെയുള്ള ചികിത്സ അസുഖങ്ങളൊന്നും ആർക്കും ഇല്ലാതിരിക്കട്ടെ. ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ ബന്ധപ്പെടാൻ പറ്റി നമ്മൾ അമീറിന് വിളിച്ച അമീർ എല്ലാ കാര്യം പറഞ്ഞു. അമീറിന്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടാ ഇൻഷാ അല്ലാ. അതുമാതിരി ഞങ്ങളെ വേങ്ങരയുള്ള മുജീബ് വേങ്ങര, പിന്നെ എന്റെ പ്രമോദാട്ടിന് പാവം ഒപ്പം എല്ലാ കാര്യത്തിലും പ്രമോട്ടിന് മറക്കാൻ കഴിയൂല. ഇവിടെ അംദാന്റെ ഒപ്പം എല്ലാ കാര്യങ്ങളും. അതുമാതിരി പെരിക്ക കുറ്റിപ്പുറം
ഞങ്ങളെ കരീംക പിന്നെ പരപ്പനങ്ങാടി, അതുമാതിരി മറക്കാൻ കഴിയാത്ത ഞങ്ങളെ സുൽഫി കൽപ്പഞ്ചേരി സൗഹൃദ കൂട്ടായ്മന്റെ സുൽഫി, എല്ലാ സമയത്ത് എന്താ മോനും വേണ്ട, എങ്ങനെ വേണ്ട, എന്താ വേണ്ട, നമ്മളെ ബഹുമാനപ്പെട്ട ആസാദക്കാർക്ക് വിളിച്ചിട്ട് അതിന് വേണ്ടുന്ന മിംസിൽ അഡ്മിറ്റായ സമയത്ത് എല്ലാ കാര്യങ്ങളിലും സുൽഫി അഹമ്മദ് മൂപ്പൻ സാറിനെ ആസാദക്കും അഹമ്മദ് മൂപ്പൻ സാറ് നേരിട്ട് വന്ന് ഇന്റോട് പറഞ്ഞ് എല്ലാ ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഇവിടെ ചെയ്യും, ഒരു ടെൻഷനും വേണ്ട മോനോ, ഇജ്ജി ചെയ്ത പ്രവർത്തനങ്ങൾ പടച്ചമ്പുരാൻ കാണില്ലേ, എനിക്ക് കാവൽ എന്റെ മോന് കാവല് പടച്ചമ്പുരാൻ ഉണ്ടാവും പറഞ്ഞ അഹമ്മദ് മൂപ്പൻ സാറ് മറക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ വാക്കും അദ്ദേഹത്തിന്റെ പറഞ്ഞു. കോഴിക്കോട് അദ്ദേഹം വേറെ എവിടുന്നോ ഉള്ളതാണ്, ഇത് 2 വട്ടം അവിടെ വന്ന് എന്നിട്ട് ഡോക്ടർമാരെ കണ്ട് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം, എന്ത് വേണമെങ്കിലും അതിന് പ്രതിനിധികളാണ് തന്നെ അത്രയും ഡോക്ടർമാരും അതേമാതിരി അവിടുത്തെ മാനേജർ ലുക്മാൻ സാറ്, പിന്നെ ഒരുപാട് ആൾക്കാരെ പറയുന്നുണ്ട് അവിടെ. പക്ഷെ ഓലൊക്കെ ഓലെ സ്വന്തം മക്കളെ വരും, അവിടുത്തെ സിസ്റ്റർമാരെയാണ് എന്താ നന്ദി പറയാൻ അറിയില്ല. കോഴിക്കോട് ഹോസ്പിറ്റലിൽ മിംസിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ സിസ്റ്റർമാർ സ്വന്തം മകനെ പോലെ അല്ലെങ്കിൽ ഓലെ ആങ്ങളക്കുട്ടിനെ പോലെ ഫുള്ള് ഓനെ ദേഷ്യമുള്ള സമയം അങ്ങനത്തെ സമയം ഓനെ ഫുള്ള് സഹായിച്ചുകൊണ്ട് അവിടുത്തെ സിസ്റ്റർമാരാണ്. അവനൊരു മോനെ നോക്കും പോലെയാണ് അവരവന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത്. കോഴിക്കോട് മിംസിലെ സിസ്റ്റർമാർ എത്ര നന്ദി പറയാൻ തീരില്ല റബ്ബേ, അത്രയും പുണ്യപ്പെട്ട സിസ്റ്റർമാര്. കാരണം അവര് മാലാക്കന്മാരെന്ന് പറഞ്ഞത് 100ക്ക് 100 സത്യ. ഇപ്പൊ ഇവിടെ അങ്ങനെ തന്നെ ഇവിടുത്തെ സിസ്റ്റർമാരൊക്കെ എന്താനെ ഇന്ന് മട്ടൻ ബിരിയാണി ആണോ ഞങ്ങൾക്ക് ഉണ്ടാവോ അങ്ങനെ തമാസ പറഞ്ഞിട്ട് മോനേറ്റ് ജോലി അടിച്ചുകാണ്ട് ഭയങ്കര സപ്പോർട്ടാണ് ഇവിടുത്തെ സിസ്റ്റർമാരൊക്കെ. അപ്പൊ വൈകുന്നേരം ഞങ്ങൾ പാർക്കിലൊക്കെ നടക്കും. ഇപ്പൊ ആദ്യം ഇങ്ങനെ നമ്മളൊരു കുടുത്തം വേണ്ടിന്ന്, ഇപ്പൊ അവന് സ്വന്തമായിട്ട് നടക്കലായി. ഒക്കെ നിങ്ങളെ പ്രാർത്ഥന കേട്ടാ, നിങ്ങളെല്ലാരും ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്ത് എല്ലാ മനുഷ്യരും എന്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിന് ഞങ്ങൾ അമീറിനെ അതേമാതിരി അമീറിന്റെ മോനൊക്കെ ഈ പ്രാർത്ഥന വലിയ മരുന്നാണ്. ദുനിയാവിന്ന് കൊണ്ടുപോകുന്ന സമ്പാദ്യം അതാ. നമ്മൾ പറയും കൊടുത്തിട്ട് എന്താ കിട്ടാനുള്ള, കൊടുത്തിട്ട് എന്താ കിട്ടാ, നമ്മൾ മറ്റുള്ള സഹായിച്ചിട്ട് എന്താ കിട്ടാനുള്ള, കുറ്റം മാത്രമേ. ഒരിക്കലും അതൊക്കെ കുറ്റം പറയുമ്പോൾ നമ്മള് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സങ്കട സമയത്ത് കാവല് ഉണ്ടാവും എന്നുള്ളതിന് ഒരു സംശയമില്ല. എന്റെ ജീവിതത്തിലെ ഈ അനുഭവം ഡോക്ടർമാര് വിധിയെഴുതിയാണ്. ഒരു 6 മാസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ, ഒരനക്കത്തിനെ പറ്റുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഓർമ്മയെ പറ്റുമോ. ഇപ്പൊ ഓനോട് ഏത് ലോക്ക് നമ്പർ തുറക്കാൻ പറഞ്ഞാൽ തുറക്കണ്, ഏത് ഫോൺ നമ്പർ അടിച്ചാൻ പറഞ്ഞാൽ അടിച്ചാണ്, എല്ലാ കാര്യവും ചെയ്യണം. എത്ര മാസമായിട്ട് 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോ നമ്മൾ ആരെങ്കിലും സഹായിക്കുമ്പോ പടച്ചമ്പരം കാണിച്ചു എനിക്ക് ആയിരക്കണക്കിന് മനുഷ്യനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കാണ്ടായില്ലേ, നീ ചെയ്തതിന്റെ പ്രതിഫലം ഞാൻ ഇവിടുന്ന് എനിക്ക് കാണിച്ചു തന്നില്ലേ, എന്റെ മോൻ അസുഖം മാറിയില്ലേ. അപ്പൊ ഇജിപ്പോ ആർക്കും ഈ ചെയ്യുമ്പോ എനിക്ക് എത്ര ആൾക്കാർ ജാതിക്കും മാത്രമൊക്കെ എല്ലാ മനുഷ്യരും എന്നെ സഹായിക്കാൻ കണ്ടില്ലേ. അത് എത്ര ത്യാഗം ചെയ്ത അമ്മ പഴനിക്ക് നടന്നു പോകാനുള്ള മനസ്സൊക്കെ കാണിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് പോകണേ. ഞാൻ ഒരു സഹായം കൊടുത്ത അമ്മല്ല പാവം, പക്ഷെ അതിന്റെ മനസ്സിലുള്ള സ്നേഹം. ഏതായാലും ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പിന്നെ അസുഖമൊക്കെ മാറി നാട്ടിൽ വരട്ടെ. കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ. ആ വയനാടുള്ള വീടുകളെ രജിസ്ട്രേഷന് പിന്നെ അളവിനൊക്കെ കൊടുത്തിക്കണ്. അത് രജിസ്റ്റർ ചെയ്ത് ആൾക്കാർക്ക് ഓലെ പേരിൽ കൊടുത്ത് ഓൽക്കൈലുള്ള കട്ടിലും ബെഡും സാധനങ്ങളും ഒക്കെ കിട്ടിക്കണം. ഓരോ ടീമുകൾ നമ്മളെ സ്റ്റോറീസ് ഫർണിച്ചറും പിന്നെ സോഡിയാസും കൂടി അവരെ വക ഫർണിച്ചറും സാധനങ്ങളും മറ്റുള്ള എല്ലാ വിഭാഗം ആൾക്കാരും എല്ലാവരും സാധനങ്ങൾ തന്നിക്കണം. അപ്പോൾ അതൊക്കെ ഇനി അവരെ ഏൽപ്പിച്ച് ഇൻഷാ അല്ലാഹ് അവര് സന്തോഷമായിട്ട് ആ ജീവിതം ആ സ്വർഗീയ ഭവനങ്ങളിൽ താമസിക്കട്ടെ. അതിന് സഹായിച്ചവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതും വലിയ പുണ്യമാണ്. കാരണം നമ്മളെ നാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തത്തിലേക്ക് നമ്മളൊക്കെ പോയി കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടങ്ങൾ തോന്നി. നമ്മളെ കുറ്റൂർ അബ്ദുറഹ്മാനാജി പറഞ്ഞ മനുഷ്യസ്നേഹി ആ സ്പോട്ടിൽ എന്റെ ഏട്ടന് നമ്മളെ അൻസാരിക്ക കൊല്ലം പിന്നെ അങ്ങനെ കുറെ ആൾക്കാർ, ഇനിയിപ്പോൾ ആരൊക്കെ പേര്, എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മ, പിന്നെ ഓരോ ടീമുകളും കുറേ ആൾക്കാർ ഇഷ്ടം പോലെ വീട് ചെന്നു, ഇഷ്ടം പോലെ സ്ഥലം തന്നു, കിണറുകൾ കളച്ച് നമ്മളെ ഉപേദിക്ക പിന്നെ അനനല്ലൂര് ജിദ്ദയിലുള്ള പിന്നെ നമ്മളെ പിന്നെ എന്താണ് ഇവിടെ കുറ്റിപ്പുറമുള്ള ബിസിനസ് വേ ഗ്രൂപ്പിന്റെ വക 2 കിണർ, ഒരുപാട് നമ്മളെ അനീഫാജി പട്ടാമ്പി വല്ലപ്പുഴയുള്ള ഞങ്ങൾ അനീഫാജിന്റെ വക ഒരു കിണർ. അനീഫാജിയൊക്കെ എന്റെ മോന് ഇത് പറ്റി എന്റെ കുട്ടി ഒരു ടെൻഷനും വേണ്ട, മോനോ ഫുള്ള് ഓന് കാവല് പടച്ചുണ്ടാവും. ഓൻ അത്രയും ഓനെ എന്റെ അന്താന പറഞ്ഞാൽ ഓന് പാവപ്പെട്ട കുട്ടികളാണ് അവന്റെ ഫുള്ള് കമ്പനി. ആ കൃഷ്ണാട്ടന്റെ മോനും ആ പിന്നെ ബഷീറിന്റെ മോനൊക്കെയാണ് ഓലെ ഫുള്ള്. അതൊക്കെ പാവപ്പെട്ട കുട്ടികളാണ്. പക്ഷെ ഓനക്ക് ഓലയിട്ട കമ്പനിയുള്ളൂ. ഓർക്ക് ഭക്ഷണം പഠിച്ചു കൊടുക്കുക, ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, ഓലയിട്ട് ഫുട്ബോൾ കളിച്ചാൻ പോവുക, എന്റെ കൂടെ മീൻ പിടിച്ചാൻ പോരുക. അങ്ങനെ അത് നിന്നിട്ട് പാവപ്പെട്ട ആൾക്കാരുണ്ട്. മീന് വലിയ പൂതിയുള്ള ഇപ്പൊ ഫിസിയോതെറാപ്പി ചെയ്യുന്ന നമ്മളെ ചോലക്കര മഹമ്മദൊക്കെ
എനിക്ക് നീറിയും കിട്ടിയ വലിയ പൂതിയെന്ന് പറഞ്ഞിട്ട് ആ രാത്രി നിന്നിട്ട് ഓൻ അവിടെ കൊണ്ടുകൊടുത്തു അതൊക്കെ. അപ്പോൾ ഓന്റെ മനസ്സ് ഓൻ പാവങ്ങളെ സഹായിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഓനക്ക് കാവല് പടച്ചമ്പുരുണ്ടായി. പടച്ചനെ ഒക്കെ കാരണം നിങ്ങളൊക്കെ പ്രാർത്ഥനയും സ്നേഹവും ബഹുമാനം മറക്കൂല ഒരിക്കലും ഇൻഷാ അല്ലാഹ്. ഇനി ഇത്തരത്തിലുള്ള അപകടമൊന്നും നമ്മളെ മക്കൾക്ക് വിചാരിക്കട്ടെ. അതേമാതിരി ബൈക്കുമ്പോൾ നമ്മളെ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഓല് നമ്മൾ ഒരു ബൈക്ക് എടുത്ത് കൊടുക്കുമ്പോൾ ഓരോ സന്തോഷമാണ് നമ്മൾ കാണുക. പക്ഷേ അതിനെക്കാട്ടും വലിയ സങ്കടം അപ്പുറത്തുണ്ടാവും. അതുകൊണ്ട് ബൈക്ക് കഴിയണ അത്ര ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ഏത് ഹെൽമെറ്റ് ഇട്ടാലും ഇപ്പം നമ്മളെ കുറുവിയിലുണ്ടായിരുന്ന വില്ലേജ് ഓഫീസറെ പിന്നെ പെങ്ങളെ മോനും അതിന്റെ അയൽവാസിയായ കുട്ടിമ്പാടെ ഫുട്ബോൾ കളിച്ചാൽ രാത്രി പോയതാ. അത് അമ്താന്റെ അപകടത്തിന് ശേഷമാണ് ഉണ്ടായത്. അപ്പോൾ രണ്ടാളും ഹെൽമെറ്റ് ഇട്ടിരിക്കണ്. പക്ഷേ നെഞ്ഞി പോയിക്കാണ്ട് മരത്തിനടിച്ച് രണ്ടാളും മരിച്ചു. അതും 19, 18 വയസ്സായ കുട്ടികൾ. അപ്പോൾ ഹെൽമെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ബൈക്ക് എന്ന് പറഞ്ഞ സാധനം എടുത്തു കൊടുക്കാതിരിക്കുക. ആ കറണ്ടിന്റെ പിന്നെ സ്പീഡ് കമ്മിയുള്ള അത് എടുത്തു കൊടുക്കുക. എന്നാൽ അതേറ്റ് പോയിക്കോട്ടെ, എന്നാലും കുറേ കാവലുണ്ടാവും. പക്ഷെ പടച്ചം അപകടം വരുത്താൻ വിചാരിച്ച രക്ഷയില്ല. എന്നാലും നമ്മൾ കാവല് നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള നമ്മൾ പറയണ്ടല്ലോ. അപ്പോൾ അത്രയും വലിയ വലിയ പല മോഡൽ ബൈക്കുകൾ മക്കൾ എടുത്തു കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് സങ്കടങ്ങളെ കാണുള്ളൂ. അതുകൊണ്ട് അത്തരത്തിൽ നിന്നൊക്കെ കാവലുണ്ടാകട്ടെ. നമ്മളെ മക്കളെ പറയുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, മക്കളെ ബൈക്ക് വേണ്ട, വേറെ ഏത് വണ്ടി പറഞ്ഞാലും ചെയ്യാൻ എടുത്തുതരാം. അതിപ്പോ കാറായാലും ഇതിലൊക്കെ അപകടം ഉണ്ടാവും. പക്ഷെ എന്നാലും ഇല്ലേ കുറെ കാവലാണ്. ഈ ബൈക്കാണ് ഇവിടെ ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്ന ഹോസ്പിറ്റലില് ഒരു 10-20 കുട്ടികൾ കിടക്കുന്നുണ്ട്, 18, 19 വയസ്സായ. ഒക്കെ ബൈക്കാ, ഫുള്ള് ബൈക്ക്. തല പൊളിഞ്ഞിട്ടും ഇവിടൊക്കെ തലന്റെ പടക്കം കൊണ്ട് പിന്നെ കീറിക്കണ്, ഓപ്പറേഷൻ ചെയ്തിക്കണ്. പിന്നെ കയ്യും കാലും കുഴഞ്ഞതും ഒരുപാടൊക്കെ ബൈക്കാ പടം. ഒക്കെ 18, 19 വയസ്സായ മക്കള്. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മള് രക്ഷിതാക്കള് മക്കളോട് നല്ലവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഓരോരോ അവസ്ഥ കണ്ടില്ലേ. അപ്പൊ അതൊന്നും എന്റെ കുട്ടികളെ ബൈക്കുമെന്ന് ഒഴിവായി. തൽക്കാലം എനിക്കാണ് അങ്ങനെ സ്കൂട്ടി എടുത്തോ കരലിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ ഓരോ മക്കളും ചിന്തിക്കണ്ട്. നിങ്ങൾക്കൊരു അപകടം പറ്റുമ്പോ, നിങ്ങൾക്കൊരു വിഷമം വരുമ്പോ നിങ്ങളെ രക്ഷിതാക്കള് വല്ലാത്ത സങ്കടത്തോടെ ജീവിക്കും. പടച്ചോനെ എന്റെ കുട്ടിയെ, അല്ലെങ്കിൽ എന്റെ ദൈവമേ എന്റെ കുട്ടി എന്നുള്ള ഓട്ടത്തിലും ആ സങ്കടത്തിലും എങ്ങനെയെങ്കിലും എന്റെ കുട്ടീനെ മാറ്റിക്കൊണ്ട് തിരിച്ചു കൊണ്ട് പടച്ചോനെ എന്റെ കുട്ടിക്ക് കാവലുകൊണ്ട് റബ്ബേ പറഞ്ഞിട്ട് നമ്മൾ മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയും അവനൊന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ. പക്ഷേ നമ്മൾ പല സങ്കടങ്ങളും കണ്ടിട്ടുണ്ട്. ഇത്രയൊക്കെ മക്കളെ സ്നേഹിക്കുന്ന രക്ഷിതാക്കളെ അനാഥാലയത്തിൽ കൊണ്ടാക്കാനും അല്ലെങ്കിൽ അവരെ വീട്ടിൽ വെച്ചിട്ട് അവരെ ആക്രമിക്കലും അവരെ വേദനിപ്പിക്കുന്ന മക്കളോട് പറയാനുള്ളത്, ഇന്നലെ നാളെങ്ങളും ഇതേമാതിരി രക്ഷിതാക്കളാവും. അപ്പൊ നിങ്ങളെ മക്കൾക്കൊരു വിഷമം വരുമ്പോഴാണ് അതിന്റെ വേദനയും വിഷമം അറിയും. നിങ്ങളെ അച്ഛനെയും അമ്മേനെയും അല്ലെങ്കിൽ നിങ്ങളെ വാപ്പാനും ഉമ്മാനെയും വേദനിപ്പിച്ചതിൻ്റെ അന്ന് നമ്മൾ സങ്കടപ്പെട്ടൊരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ രക്ഷിതാക്കൾ പറയുന്ന അനുസരിക്കുക. അവരെ നമ്മൾ എത്ര വലിയ ഉന്നതനായാലും അല്ലെ എത്ര പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ രക്ഷിതാക്കളെ സ്നേഹിക്കുക, നമ്മളെ രക്ഷിതാക്കളെ സപ്പോർട്ട് ചെയ്യുക. ആ ഒരു വയസ്സാകുമ്പോൾ നമുക്ക് തന്ന സ്നേഹത്തിന്റെ ഡബിള് സ്നേഹം നമ്മളെ രക്ഷിതാക്കൾക്ക് കൊടുക്കുക. ആ സ്നേഹം പോലെ ആസ്വദിച്ച് അവസാന യാത്ര പോകുമ്പോൾ ആ പൊരുത്തും നമുക്ക് മക്കൾക്ക് കിട്ടും. അപ്പൊ നമുക്ക് നല്ല മക്കളെ തരും, നമ്മൾ നല്ല സ്നേഹത്തോടെ ജീവിക്കും, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവും. കാരണം ആ മനസ്സൊക്കെ വരല്ലേ നമ്മൾ രക്ഷിതാക്കൾ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് എല്ലാ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ മനസ്സൊക്കെ നമുക്ക് വരിക അല്ലേ. ഇനി നിർത്തട്ടെ, കുറെ നേരമായി, നോമ്പാണ് ഇവിടെ. ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ മറ്റന്നാൾ നാട്ടിൽ വന്നിട്ട് അവിടെ നമ്മളെ എസി കുഞ്ഞാമൊക്കെ എല്ലാ കൊല്ലം കൊടുക്കുന്ന കിറ്റുകളുണ്ട്, അത് കൊടുക്കണം. കിറ്റ് കുറെ കമ്മിയാണ് മഹലിലൊക്കെ കൊടുക്കാൻ. എന്റെ ഏട്ടൻ അലി മൊയ്തി എന്ന് പറഞ്ഞ എന്റെ ഏട്ടനാണ് ഇതിനൊക്കെ വഴികാട്ടിട്ട. ഉമ്മ കൽപ്പിക്കും, എന്റെ ഏട്ടൻ അത് എത്തിച്ചേരും. എന്റെ ഏട്ടൻ അബുദാബിയിലെ റിവർ വാട്ടറിന്റെ ഉടമസ്ഥന് അലി മൊയ്തി എന്ന് പറഞ്ഞ എന്റെ കൂടപ്പുറപ്പ്. റിവർ വാട്ടർ ഇപ്പൊ ഞങ്ങൾ വിറ്റുകണിപ്പോ വേറെ കമ്പനികളാണ് തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ ആ ഏട്ടനാണ് ഇതിനൊക്കെ വഴികാട്ടി തുറന്ന് സഹായിക്കലും. പിന്നെ എന്റെ അനിയനാവട്ടെ, എന്റെ അനിയന്മാര് രണ്ടാള്, മൂത്ത ഏട്ടനാവട്ടെ, അവരൊക്കെ ഞങ്ങളെ കൂടെ ഫുൾ സപ്പോർട്ടാണ്. പെങ്ങന്മാരൊക്കെ ഇപ്പൊ ഉമ്മ വാപ്പ ഒരുപാട് സഹായിച്ചു. മൂപ്പരാൾക്കുള്ള സമ്പാദ്യമായിട്ട് മൂപ്പരാൾ പോയി. ഇപ്പൊ മൂപ്പരാളെ മക്കൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഫലം പടച്ചപ്പാക്ക് കൊടുക്കട്ടെ. പിന്നെ ഉമ്മ ജീവിച്ചിരിക്കണ്ടേ എന്നും. ഇപ്പൊ ഞാൻ സക്കാത്തിന്റെ പൈസ അമ്മാരടുത്ത് കൊണ്ടുകൊടുത്തിരുന്നു. ഇതമ്മ അത് അർഹതപ്പെട്ടവർക്ക് കൊടുത്താലിട്ട് എത്ര. അപ്പൊ അതൊക്കെ ഉമ്മാന്റെ വക കയ്യിലും. എല്ലാ മക്കളും 5 ആൺകുട്ടികളുണ്ട്, 5 ആൺകുട്ടികളും ഉമ്മാരത്ത് സക്കാത്തിന്റെ പൈസ കൊണ്ടു കൊടുക്കുക. അത് ഉമ്മ ഒരു ലിസ്റ്റ് ആക്കിയിട്ട് ആ അർഹതപ്പെട്ട കുടുംബങ്ങളിലേക്ക് ഉമ്മാന്റെ കുട്ടികളെ കൊണ്ട് പേരക്കുട്ടികളെ കൊണ്ട് കൊണ്ടുകൊടുപ്പിക്കുക. അപ്പോൾ അതിലൊക്കെ ഒരു സന്തോഷം ഉമ്മാനിലും നമ്മളെ കൊടുക്കുമ്പോൾ ഉമ്മാന്റെ മുഖത്ത് ആ മന ആയിക്കോട്ടെ എന്നാൽ കുറെ ആയിക്കോട്ടെ, എന്ത് കുറച്ച് ആ പാവം കൊടുക്കുക, ഈ പാവം കൊടുക്കുക, അങ്ങനെ കുടുംബമുണ്ട്, ഇങ്ങനെ കുടുംബമുണ്ട്. അതൊക്കെ ഓലെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുമ്പോൾ ആ ഉമ്മാന്റെ മനസ്സിലുള്ള സന്തോഷം. ഞാൻ ഇത്ര 10 മക്കൾക്ക് ജന്മം കൊടുത്തതിന്റെ 10 മക്കളും
എന്നെ പൊന്നുപോലെ നോക്കണ പോലെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനം നല്ല കാര്യങ്ങൾക്കൊക്കെ ആ പാവങ്ങളെ സഹായിക്കാൻ എന്നെ മനസ്സ് കാണിച്ചു തരുന്നത് സഹായിച്ചു തരുന്നത് ഒക്കെ അമ്മക്ക് എത്ര ഇഷ്ടം. ഉപ്പാന്റെ കാര്യത്തിലും എന്റെ ഏട്ടനെ എല്ലാ മാസവും 10 ലക്ഷം ഉറുപ്പിക അയച്ചു കൊടുത്തിരുന്നു. മൂപ്പരാൾ ഇഷ്ടത്തിനനുസരിച്ച് നാട്ടുകാരെയും പാവങ്ങളെയും എല്ലാവരും സഹായിച്ചു. എന്റെ നാട്ടുകാർക്ക് മുഴുവൻ അറിയും എന്റെ ഉപ്പാന്റെ സത്യാവസ്ഥ. കാരണം കഴിയുന്ന സഹായങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കിയിരുന്നു. ഞാൻ സ്വന്തമല്ല കുറെ ആൾക്കാർ കടം കൊടുത്തിരുന്നു. ആ കടം കൊടുത്ത ആൾക്കാർ ഉപ്പാനെ കാണുമ്പോൾ മാറി അടക്കാന്ന് പറഞ്ഞു. ഇപ്പൊ എന്നോട് പറഞ്ഞ വാക്കുണ്ട് മരിക്കുന്നതിന്റെ 4 ദിവസം മുന്നേ, ഞാന് മരണപ്പെട്ടാല് എനിക്ക് എൻ്റെ നിന്ന് കുറെ ആൾക്കാർ കടം മേടിച്ചിട്ടുണ്ട്. ആ കാശ് ഉപ്പാന്റെ കുട്ടി എന്ത് ചെയ്യണം, പള്ളിക്ക് എന്റെ മയ്യത്ത് വെക്കുമ്പോ പറയണം അത് മൊയ്തീനാജി പൊരുത്തപ്പെട്ട് തന്നിക്കണമെന്നും മൊയ്തീനാജിന്റെ പരലോക ജീവിതത്തേക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളതെന്നും ആ കടപ്പ് പൊരുത്തപ്പെട്ടിക്കണമെന്ന് മറക്കരുത്. ഉപ്പാന്റെ കുട്ടി പള്ളിക്കാ പറഞ്ഞത്. പള്ളിയിലെ ഉസ്താദ് അവിടെ വെച്ച് മയ്യത്ത് കൊണ്ടുവച്ചപ്പോൾ പറഞ്ഞു ചെയ്തു. അപ്പോ പലപോലും ഉപ്പാന്റെ കാര്യങ്ങളിനോട് വന്ന് പറഞ്ഞു എത്ര കൊടുക്കാണ്ട്. ഞാൻ പറഞ്ഞു ഉപ്പാക്ക് വേണ്ടി ഇങ്ങോട്ട് പ്രാർത്ഥിക്കാനാ പറഞ്ഞു. എന്നിട്ട് പിന്നെ അവരെ വിശ്വാസം നമ്മളെ വിശ്വാസപ്രകാരമുള്ള ഖുർആൻ ഓതിക്കൊണ്ട് അവര് പ്രാർത്ഥിച്ച് പിന്നെ 30 യൂസൊക്കെ ഓതി എന്തൊക്കെയോ ചെയ്തു പറഞ്ഞാണ്ട് അവര് നമ്മളോട് വന്ന് പറയും. അപ്പൊ ഇപ്പ ഒരു കാലത്ത് കടം വന്നിട്ടുള്ള വിഷമിച്ച് ഉപ്പാക്ക് അറിയാം. അപ്പൊ ഇവരോടൊന്ന് പറയാനായിക്കാരപ്പ ശ്രമിക്കണ്ടേ, എടാ കാശില്ലാച്ചിട്ട് നമ്മള് വീടിയിരുന്ന് ഒരുമിച്ച് ചാവിടിച്ചെന്നല്ലേ, കാശില്ലാച്ചിട്ട് മാറി അടക്കേണ്ട ആവശ്യമില്ലാന്ന് പറയാൻ ഇവരെ കിട്ടണ്ടേ. പക്ഷെ ഇപ്പൊ മരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളെ പറഞ്ഞ് ഏൽപ്പിച്ചു. ആ കാശൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടിരുന്ന അവരോട് പറയണം എനിക്ക് വേണ്ടിയിട്ട് പരലോക ജീവിതത്തെ കൊണ്ട് പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്ന ഉപ്പാരും കണ്ണങ്ങള്. ആ ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ടായ മക്കളായ ഞങ്ങൾ എത്ര ഭാഗ്യവന്മാരാണ്. അങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട്. നമ്മളെ MA യൂസഫ് അലിക്കാവട്ടെ, അല്ലെങ്കിൽ നമ്മളെ കുറെ പിന്നെ മറ്റെല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട് ഇങ്ങനെ പാവങ്ങളെ സഹായിക്കുന്ന മനുഷ്യർ. അതൊക്കെ രക്ഷിതാക്കൾ നല്ല വഴി കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഇനി നോമ്പാണ്. എല്ലാവരും അമീറെ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. സപ്പോർട്ട് ചെയ്തതും സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും ഒക്കെ അല്ലേ ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ നിർത്തുക.